ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 4 വിശുദ്ധ ജോൺ ഹോഫ്ടൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ എന്നിവരുടെ തിരുനാൾ. അനുഗ്രഹീതരായ ഈ രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ്. ജോൺ ഹോഫ്ടൺ 1487 എസെക്സിൽ ജനിച്ചു. റോക്കസ്റ്റർ മെത്രാൻ വിശുദ്ധ ജോൺ കേംബ്രിഡ്ജിൽ ചാൻസലറായിരിക്കുമ്പോൾ ജോൺ കേംബ്രിഡ്ജിൽ പഠിച്ചു. കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. മാതാപിതാക്കൾ ജോണിനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്തൂസിയൻ സഭയിൽ ചേർന്നു. മാംസവർജനവും മൗനവും നിരന്തര ഉപവാസവും പാതിര നമസ്കാരവും ഇതര തപക്രിയകളും അനുഷ്ഠിച്ചു പോന്നു. എളിമ ജോണിന്റെ പ്രത്യേക സുഹൃതമായിരുന്നു. 1531 നോട്ടിംഗ് ഹാംഷയറിൽ അദ്ദേഹത്തെ സുപ്പീരിയറായി തിരഞ്ഞെടുത്തു. ജോൺ ഹോഫ്ടൺ സുപ്പീരിയറായി 2 വർഷം തികഞ്ഞപ്പോഴാണ് ഹെൻറി 8-ാമൻ കാതറിൻ ഓഫ് അരഗണെ ഉപേക്ഷിച്ച് പുതിയ ഭാര്യ ആൻ ബൊലിന്റെ കുട്ടികളെ ന്യായമായ കിരീട അവകാശികളായി സ്വീകരിച്ചു കൊള്ളാമെന്ന് 16 വയസ്സുമേലുള്ളവർ എല്ലാം സത്യം ചെയ്യണമെന്ന് പാർലമെന്റ് നിയമമുണ്ടാക്കി. പ്രിയോർ ജോൺ ഹോഫ്ടണും പ്രൊക്യുറേറ്റർ ഹാം ബ്രിഡ്ജിനും മോറും സത്യം ചെയ്തില്ല. ഉടനെ 2 പേരെയും ജയിലിലടച്ചു. ലണ്ടൻ ടവറിൽ അന്ന് തോമസ് മൂറും ബിഷപ്പ് ജോൺ ഫിഷറുമുണ്ടായിരുന്നു. പ്രിയോർ ഹോഫ്ടൺ ഷീനിലെ ചാർട്ടർ ഹൗസിൽപ്പെട്ട ഒരു സന്യാസി ഡോക്ടർ അഗസ്റ്റിൻ വെബ്സ്റ്റർ, ഓബയിലെ പ്രിയോർ ഡോം റോബർട്ട് ലോറൻസ് എന്നിവരെയും രാജ്യദ്രോഹികളായി വിധിയെഴുതി. 1535 മെയ് 4 ശിരസ് ഛേദിച്ചു. കത്തികൊണ്ട് കഴുത്ത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഫാദർ ഹോഫ്ടൺ പറഞ്ഞു, എത്രയും പരിശുദ്ധനായ യേശുവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശുദ്ധരെ, ഞങ്ങളുടെ മേലും തിരുസഭ മുഴുവന്റെ മേലും കൃപയുണ്ടാകുവാൻ പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി
നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.